ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് ബുക്ക് മൈ ഷോ എന്ന ടിക്കറ്റ് ബുക്കിംഗ് ആപ്പിനെ ഹാക്ക് ചെയ്ത് ലക്ഷങ്ങൾ നേടിയ കഥയാണ്. ലക്ഷങ്ങൾ ആളുകൾ നേടി, എങ്ങനെ നേടി എന്നതിൻ്റെ കഥയാണ്. സംഭവം നടക്കുന്നത് 2023 2023 ക്രിക്കറ്റ് ഇഷ്ടമുള്ളവർക്ക് അറിയാം. അന്ന് നമ്മുടെ 2023 നവംബർ മാസത്തിൽ ഒക്ടോബർ നവംബറിൽ ഇന്ത്യയിലെ ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കുകയായിരുന്നു. ഇന്ത്യ ആയിരുന്നു ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ പാർട്ണറായിരുന്നു ബുക്ക് മൈ ഷോ. അപ്പോൾ ആ ടൈമിൽ ബുക്ക് മൈ ഷോ ഹാക്ക് ചെയ്ത് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുകയും ആ ടിക്കറ്റുകൾ ബ്ലാക്കിൽ വിറ്റ് പൈസ ഉണ്ടാക്കുകയും എങ്ങനെ ആളുകൾ ചെയ്തതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ പൈസ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വിറ്റ് ലക്ഷങ്ങൾ നേടിയ കഥയാണ് നമ്മളിവിടെ പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും, അന്ന് ബുക്ക് മൈ ഷോക്കെതിരെ ഒരുപാട് പ്രക്ഷോഭങ്ങൾ വന്നായിരുന്നു. ടിക്കറ്റുകൾ ആർക്കും കിട്ടുന്നില്ല. ടിക്കറ്റുകൾ രാത്രി 8 മണിക്ക് ഓപ്പൺ ആകുന്നു. ടിക്കറ്റുകൾ ഓപ്പൺ ആയി അപ്പോൾ തന്നെ നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാലും വിത്തിൻ 5 മിനിറ്റ്സ് ടിക്കറ്റുകളെല്ലാം തീരുന്നു. ബുക്ക് ചെയ്യാൻ നോക്കുന്ന ആർക്കും ടിക്കറ്റ് കിട്ടുന്നില്ല. പക്ഷേ ബ്ലാക്ക് മാർക്കറ്റിൽ ടിക്കറ്റുകൾ യഥേഷ്ടം അവൈലബിൾ ആണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആളുകൾ അറിയില്ല ബുക്ക് മൈ ഷോ കള്ളത്തരം കാണിക്കുന്നതാണോ അതോ ആരാണ് ഇവിടെ ഇടയ്ക്ക് കളിക്കുന്നതെന്ന് ആളുകൾക്ക് അറിയില്ലായിരുന്നു. അപ്പം നടന്നിരുന്നത് കുറച്ച് പേർ, എല്ലാം ഇതാണെന്നല്ല പറയുന്നത്, പക്ഷേ ഒരുപറ്റം ആളുകൾ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുകയും ഹാക്ക് ചെയ്ത് ബുക്ക് മൈ ഷോ ഹാക്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്യുകയും അങ്ങനെ ഒരു ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു കുറേ ടിക്കറ്റുകൾ അങ്ങനെ തീർന്നത്. അപ്പം എന്താണ് അതിൻ്റെ ഡീറ്റെയിൽഡ് കഥ എന്നിവ ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് എൻ്റെ ചാനൽ ചെയ്യുന്നുണ്ട്. ഞാൻ അതിൻ്റെ റിലേറ്റഡ് ആ ഫുൾ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഷോർട്സിൽ താഴെ കാണാൻ പറ്റും ആ ഫുൾ വീഡിയോയുടെ ലിങ്ക്. ക്ലിക്ക് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് അവർ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തത്, എങ്ങനെയാണ് അവർ ലക്ഷങ്ങൾ ഉണ്ടാക്കിയത്. ഈവൻ 1000 രൂപയുടെ ടിക്കറ്റുകളൊക്കെ വിറ്റിരുന്നത് 10,000 20,000 രൂപയ്ക്കൊക്കെ ആയിരുന്നു. അത് വേൾഡ് കപ്പ് ഫൈനലിൽ ഭയങ്കര ബ്ലാക്ക് റേറ്റിനായിരുന്നു വിറ്റിരുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവർ ബുക്ക് മൈ ഷോയെ പറ്റിച്ച് വിറ്റത്, എങ്ങനെ ബുക്ക് ചെയ്തത്, ബുക്ക് മൈ ഷോ എന്ത് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഇത് ഒഴിവാക്കാമായിരുന്നു എന്നങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസുകൾ നമ്മൾ പറയുന്നത് നമ്മുടെ ചാനലിലുണ്ട്. അപ്പം ഫുൾ വീഡിയോ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇതുപോലെ നല്ല നല്ല വീഡിയോസുമായി നമ്മൾ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കമൻറ്റ് കൂടെ ചെയ്ത് കഴിയാമെങ്കിൽ നമുക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോ ഒറിജിനൽ വീഡിയോ ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട, ചാനലിലുണ്ട്. ബൈ ബൈ.